നമ്മുടെ സമൂഹത്തിൽ സാധാരണഗതിയിൽ ശാരീരികമായിട്ട് എല്ലാവിധ ശാരീരിക ആരോഗ്യവും മാനസികമായിട്ടും ഒക്കെ നല്ല വിൽ പവറും എല്ലാം ഉള്ള ആളുകൾ, പക്ഷേ ഇപ്പോഴും പലരും മടിയന്മാരായിട്ടും ഒക്കെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള ആളുകൾ കിടന്ന കിടപ്പിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട്. ഓരോരോ ഉൽപ്പന്നങ്ങൾ അവരെ കൊണ്ടാവുന്ന രീതിയിൽ കൈകൾ മാത്രം ചലിക്കുന്നവരുണ്ട്, കഴുത്തിന് താഴോട്ട് ചലിക്കാത്തവരുണ്ട്, വാട്ടർ ബെഡിൽ കിടന്നിട്ടും പേപ്പർ പേന ഉണ്ടാക്കിയിട്ടും അംബ്രല്ല ഉണ്ടാക്കിയിട്ടും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പലവിധം ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. കുടിൽ വ്യവസായങ്ങളായിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ അവർ പല രീതിയിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ തളർന്നു പോയി അല്ലെങ്കിൽ ഒന്ന് വീണ് പോയി എന്ന് വെച്ചിട്ട് അവിടെ വീണവിടെ തന്നെ കിടക്കാതെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വിജയങ്ങളിൽ എത്താൻ പറ്റും. ഏറ്റവും എനിക്കൊക്കെ പാരാപ്ലേജിയ ബാധിച്ച് നട്ടെല്ല് ഒടിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് വീൽചെയർ, ഞാൻ ഇതൊക്കെ സ്വയം പര്യാപ്തനായതാണ്. സ്വന്തം കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പാലിയേറ്റീവിൻ്റെയും എല്ലാ സപ്പോർട്ടും ജനകീയമായ സപ്പോർട്ടും എല്ലാം കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ കിടപ്പിലായി പോയാലും നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കാലഘട്ടമാണല്ലോ. എല്ലാത്തരം സംവിധാനങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് പല സംവിധാനങ്ങളിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബായിട്ടും ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, വലിയ വരുമാനമൊന്നുമില്ലെങ്കിലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റിയ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാനും നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ, നമ്മുടെ എല്ലാ ചിലവുകളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. തളർന്നു പോയി എന്ന് വെച്ചിട്ട് നിരാശപ്പെട്ടിരിക്കരുത്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം.